ഈ ഒരു ബോറിംഗ് സ്ക്രീൻ റെക്കോർഡിംഗ് വീഡിയോ നമുക്ക് ഒരേ ഒരു എഫക്റ്റ് ഉപയോഗിച്ച് പൊളിയായിട്ട് എഡിറ്റ് ചെയ്യാം. ഇതേപോലെ വെൽക്കം ബൈ ഗൈസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എഫക്റ്റ് ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു നോർമൽ സ്ക്രീൻ റെക്കോർഡിംഗ് വീഡിയോയ്ക്ക് ഒരു സിനിമാറ്റിക് ഫീൽ കൊണ്ടുവരാൻ ഈ ഒരു എഫക്റ്റിന് സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു ആനിമേഷൻ സ്ക്രീൻ റെക്കോർഡിംഗ് വീഡിയോസിൽ മാത്രമല്ല ഫോട്ടോസിലും ടെക്സ്റ്റിലും എല്ലാം യൂസ് ചെയ്യാം. ഞാൻ പ്രീമിയർ പ്രോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 2 ക്ലിപ്പും ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ ഇട്ടിട്ടുണ്ട്. ഈ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബേസിക് 3D എന്നൊരു എഫക്റ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. അത് നമുക്ക് ആദ്യത്തെ ക്ലിപ്പിൽ അപ്ലൈ ചെയ്യാം. ബേസിക് 3Dയിൽ സ്വിവൽ ചെയ്യാനും ടിൽറ്റ് ചെയ്യാനും അതുപോലെ ഡിസ്റ്റൻസ് ടു ദി ഇമേജ് എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് കാണാം. ഇവിടെ നമുക്ക് സ്വിവൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ 3D ലേൺ ചെയ്തില്ലേ, അതിൽ എക്സ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട്. പിന്നീട് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആ ഒരു വൈ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട്. പിന്നീട് ഡിസ്റ്റൻസ് ടു ദ ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ വാല്യൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സി ആക്സിസിൽ മാറ്റുന്ന പോലൊരു ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ഷോ സ്പെക്കുലർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ഓൺ ചെയ്യുവാണെങ്കിൽ ലെഫ്റ്റ് ടോപ്പ് സൈഡിൽ നിന്ന് ഒരു ഹൈലൈറ്റ് വരുന്ന രീതിയിൽ, ഒരു ലൈറ്റ് വരുന്ന രീതിയിൽ ഒരു എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഡിസ്റ്റൻസ് ടു ദ ഇമേജിൻ്റെ വാല്യൂ കൂട്ടുവാണെങ്കിൽ ആ ലൈറ്റ് ഇൻക്രീസ് ആകുന്നതും അതുപോലെ നമ്മൾ വാല്യൂ കുറയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ലൈറ്റ് ഡിക്രീസ് ആയി വരുന്നതും കാണാം. ഓക്കെ, ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിനെ എപ്പോഴും മൈൻഡിലൊന്ന് വെക്കണം. ഈ ഒരു എഫക്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ കീ ഫ്രെയിം യൂസ് ചെയ്തിട്ട് ആനിമേറ്റ് ചെയ്താണ് മുമ്പ് കണ്ടപോലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞാൻ 2 ആനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. അത് കണ്ടു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. ഫസ്റ്റ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ബേസിക് 3D ഈ ക്ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ വാല്യൂ ഇങ്ങനെ വെച്ചിട്ട് ഒരു കീ ഫ്രെയിം ഇവിടെ സെറ്റ് ചെയ്യുവാണ്. അത് നമുക്ക് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് അതിൻ്റെ വാല്യൂ റീസെറ്റ് ചെയ്ത് 1ലേക്ക് ആക്കാം. സോ ഇങ്ങനൊരു ആനിമേഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിലുള്ള ഒരു ബ്ലാക്ക് കളറാണ്. അത് റിമൂവ് ചെയ്യാൻ വേണ്ടി 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ ഒരു സോളിഡ് കളർ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് കളർ കൊടുക്കാം. ഇവിടെ പ്രൊജക്റ്റിൽ വന്നിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക്, ന്യൂ ഐറ്റം, ഇവിടെ കളർ മാറ്റം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വൈറ്റ് യൂസ് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്യുവാണ്. കളർ മാറ്റി വന്നിരിക്കുന്നതാണ്. അത് നമുക്ക് താഴത്തെ ട്രാക്കിൽ കൊണ്ടുവെക്കാം. വീഡിയോയുടെ താഴെ കൊണ്ടുവെക്കാം. ഓക്കെ, ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൈറ്റ് കളർ വന്നിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂം ചെയ്യാം, സ്കെയിൽ ഇൻക്രീസ് ചെയ്യാം. അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ ഒരു ആനിമേഷൻ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇഫക്റ്റ് കൺട്രോൾസിൽ വരുവാണെങ്കിൽ ടിൽറ്റ് കൂടെ ആനിമേറ്റ് ചെയ്യാം. സോ ഞാൻ ടിൽറ്റിൻ്റെ വാല്യൂ കുറച്ച് ഡിക്രീസ് ചെയ്തു. ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുവാണ്. കുറച്ച് ഫ്രണ്ടിലേക്ക് നമ്മുടെ ആ ഒരു കീ ഫ്രെയിം കൊണ്ടുവന്നിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ, -1 എല്ലാം കൊടുക്കാം. എന്നിട്ട് ഈ 2 കീ ഫ്രെയിം നമ്മുടെ വീഡിയോയുടെ എൻഡിങ്ങിൽ കൊണ്ടുവെക്കാം. സോ ഇത് പ്ലേ ചെയ്യുവാണെങ്കിൽ കണ്ടോ, ഇങ്ങനൊരു ആനിമേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്കൊരു ലൂപ്പ് ഓൺ ആക്കി ഇടാം. ഔട്ട് പോയിന്റ് സെറ്റ് ചെയ്തു, ലൂപ്പ് ഓൺ ആക്കി. ഓക്കെ, ഇതാണ് നമ്മുടെ ആനിമേഷൻ. നമുക്കിനി ആനിമേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ മോഷനും കൂടെയാണ്. അതായത് പൊസിഷനും സ്കെയിലും കൂടെ ആനിമേറ്റ് ചെയ്ത കാര്യം കഴിഞ്ഞു. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. അത് ഞാൻ കുറച്ച് സൂം ചെയ്യുവാണ്. എന്നിട്ട് ഇതിൻ്റെ പൊസിഷൻ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് ആനിമേറ്റ് ചെയ്യാം. ആദ്യം ഞാൻ 2 കീ ഫ്രെയിം സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുവാണ്. 2 കീ ഫ്രെയിം കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ഏതൊരു രീതിയിലാണ് ആനിമേറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്ക് പൊസിഷനും സ്കെയിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് അത് വീഡിയോയുടെ എൻഡിങ്ങിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതുണ്ടോ, ഇങ്ങനെ ഒരു ഇഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. ഇവിടെ ഞാൻ വേറൊരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബേസിക് 3D എഫക്റ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ബേസിക് 3D ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ സ്വേലിൻ്റെ പൊസിഷൻ മാറ്റി കൊടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം, ഈ ഒരു വീഡിയോയിൽ തന്നെ മെയിൻ ഫോക്കസ് ഇത് ഈ ഒരു തംബ്നെയിലാണ്. സോ ആ ഒരു വീഡിയോയിലേക്ക് നമ്മുടെ ക്യാമറ കൊണ്ടുവരുന്ന രീതിയിൽ നമുക്ക് ആനിമേറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ 0 കൊടുക്കുന്നില്ല, കുറച്ച് ചെരിഞ്ഞാനേ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഈ ഒരു ടിൽറ്റ് കൂടെ ആനിമേറ്റ് ചെയ്യാം. ടിൽറ്റിൻ്റെ വാല്യൂ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് 0 കൊടുക്കുന്നില്ല, -6 എല്ലാം കൊടുക്കുവാണ്. ഇത് ഡ്രാഗ് ചെയ്ത് വീഡിയോയുടെ എൻഡിങ്ങിൽ കൊണ്ടുവെക്കാം. ഇതാണ് ആനിമേഷൻ. ഓക്കെ, ഇനി നമുക്ക് പൊസിഷനും സ്കെയിലും കൂടെ ആനിമേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഒരു കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവെക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് 2 കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. അത് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അതനുസരിച്ച് പൊസിഷനും സ്കെയിലും ആനിമേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് സൂം ചെയ്യുന്ന രീതിയിലുള്ള എഫക്റ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ 2ാമത്തെ ആനിമേഷൻ. ഈ 3D എഫക്റ്റ് ഇത്രയേ ഉള്ളൂ. ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ്. ബേസിക് 3D എഫക്റ്റ്, പൊസിഷൻ, സ്കെയിൽ, ഇത് 3 കീ ഫ്രെയിം ചെയ്തെടുത്താൽ മതി. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തെടുത്ത വീഡിയോ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി ആക്ച്വലി നമ്മളൊരു ക്യാമറ ഉപയോഗിച്ച് സ്ക്രീൻ ഷൂട്ട് ചെയ്ത പോലുള്ള ഒരു എഫക്റ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് എഫക്റ്റുകൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലറാണ്. ഇതിൽ തന്നെ 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ബ്ലറും, ട്രാക്ക് ഫോക്കസിങ്ങും അതുപോലെ ഫോക്കസ് പുള്ളിങ് എഫക്റ്റും നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ 3 ഇഫക്റ്റാണ് നമ്മൾ ഈ ഒരു ബ്ലർ ഉപയോഗിച്ച് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് ഇഫക്ട്സിൽ പോയിട്ട്
ഗോഷ്യൻ ബ്ലർ സെർച്ച് ചെയ്യാം. അത് നമുക്ക് ഈ ഒരു ക്ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഗോഷ്യൻ ബ്ലർ വന്നിരിക്കുന്നതാണ്. ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന എഫക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണ്. ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ അറിയാം നമ്മുടെ മെയിൻ ഫോക്കസ് ഈ ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിലേക്ക് കംപ്ലീറ്റ് ഫോക്കസ് വരുന്ന രീതി ബാക്കി എല്ലാ പോർഷനും ബ്ലർ ആയിരിക്കണം. അങ്ങനെ ഒരു എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മാസ്കിംഗ് ആണ്. ഞാനൊരു ഓവൽ ഷേപ്പ് എടുക്കുവാണ്. നമുക്ക് ഈ ഒരു വീഡിയോ മാത്രം മാസ്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ഫെദർ കുറച്ച് ഇൻക്രീസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ബ്ലർനെസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. വളരെ സഡിലായിട്ട് കൊടുത്താൽ മതി. മേ ബി ഒരു 10 വല്ലതും കൊടുത്താൽ മതി. 10 തന്നെ വേണ്ട, ഒരു 6 കൊടുത്ത് നോക്കാം. വളരെ ചെറിയൊരു എഫക്റ്റ്. എന്നിട്ട് നമുക്ക് ഈ ഒരു മാസ്ക് ഇൻവേർട്ട് ചെയ്യാം. ബാക്കി എല്ലാ പോർഷനും ബ്ലർ ആയിരിക്കുന്നതാണ്. ഇനി നമ്മൾ കറക്റ്റ് ആ ഒരു മാസ്ക് അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കീ ഫ്രെയിം ഒന്ന് മാറ്റി കൊടുക്കാം. ഫസ്റ്റ് ഇവിടെ കൊടുത്തു. മാസ്ക് ഭാഗത്തിലൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഫ്രണ്ടിലോട്ട് വന്നിട്ട് നമുക്ക് മാസ്ക് 1 സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു മാസ്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പ്ലേ ചെയ്യുവാണെങ്കിൽ ഇതുപോലൊരു എഫക്റ്റ് കിട്ടിയിരിക്കുന്നതാണ്. നമ്മുടെ ആ ഒരു വീഡിയോ മാത്രം ഫോക്കസ് ആയിരിക്കും. ബാക്കി എല്ലാ പോർഷനും ബ്ലറായിട്ട് നിൽക്കും. രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ഫോക്കസിങ് എഫക്റ്റ് ആണ്. നമ്മുടെ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ ഫുള്ള് ബ്ലർ ആയിരിക്കും. അത് കഴിഞ്ഞ് പതിയെ അതിൻ്റെ ബ്ലർ വാല്യൂ 0 ആയി വരുന്ന രീതിയിലൊരു എഫക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ. എന്നിട്ട് നമുക്ക് ബ്ലർ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 10 വല്ലതും യൂസ് ചെയ്യാം. ഓക്കെ, 10 മതി. ചെറിയൊരു ബ്ലർ കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 0 കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതുപോലെ നല്ലൊരു എഫക്റ്റ് കിട്ടിയിരിക്കുന്നതാണ്. മൂന്നാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫോക്കസ് പുൾ എന്ന് പറയുന്ന എഫക്റ്റ് ആയിരിക്കും. ഈ ഒരു എഫക്റ്റിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു ലെഫ്റ്റ് പോർഷനിൽ, അതായത് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ഇരിക്കുന്ന, അതായത് മെയിൻ വീഡിയോ ഇരിക്കുന്ന ഒരു പോർഷൻ ബ്ലർ ആയിരിക്കും. അത് കഴിഞ്ഞ് ക്യാമറ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും അത് ക്ലിയർ ആയിട്ട് വരും. സോ ആ ഒരു സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡ് ബ്ലർ ആയിരിക്കും. അങ്ങനെ ഒരു എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. സോ ഫസ്റ്റ് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാസ്കിങ് ആവശ്യമാണ്. നമ്മുടെ വീഡിയോ കുറച്ച് സൂം ഔട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ മാസ്ക് ടൂൾ എടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ലെഫ്റ്റ് പോർഷനാണ് ബ്ലർ ആവേണ്ടത്. സോ അവിടെ നമുക്ക് മാസ്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫെദർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബ്ലർ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വളരെ ചെറിയൊരു വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്, 8 ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനെ മാസ്ക് ഭാഗത്ത് ആനിമേറ്റ് ചെയ്തെടുക്കാം. സോ മാസ്ക് ഭാഗത്തിൽ ഞാൻ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തു. മാസ്ക് 1 സെലക്ട് ചെയ്യാം. ഇപ്പോൾ പതിയെ നമ്മുടെ ക്യാമറ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു മാസ്ക് നേരെ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവച്ച് കൊടുക്കാം. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഇവിടെ കാണാം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ ബ്ലറാണ്. പതിയെ വീഡിയോയുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ബ്ലർ റൈറ്റ് സൈഡിലേക്ക് പോയിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഗോഷ്യൻ ബ്ലർ ഉപയോഗിച്ച് നമുക്ക് അടിപൊളി എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. മേ ബി അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് ഈ ഒരു 3 ഇഫക്റ്റ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം വളരെ പ്ലെയിൻ ആയിട്ടും ഫ്ലാറ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. അതിന് കുറച്ച് കർവ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ലെൻസ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നൊരു എഫക്റ്റ് യൂസ് ചെയ്യാം. ഇഫക്റ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് ലെൻസ് ഡിസ്റ്റോർഷൻ എന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ ഏറ്റവും താഴെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ക്ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കർവേച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം, അതുപോലെ ഡിക്രീസ് ചെയ്യാം. നമ്മുടെ വീഡിയോ കുറച്ച് കേർവ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് കാണാം. നമ്മളിവിടെ വളരെ ചെറിയൊരു വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മിക്കവാറും യൂസ് ചെയ്യാറുള്ളത് 2 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ചെറിയൊരു കേർവ് സംഭവിച്ചിട്ടുണ്ട്. സോ ബിഫോർ ആഫ്റ്റർ ചെറിയ രീതിയിലുള്ള കേർവ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ 2 ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്ക്രീൻ ഓവർലേ ആണ്. ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത ഇഷ്ടംപോലെ സ്ക്രീൻ ഓവർലേസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതിലേതെങ്കിലും ഒരെണ്ണം ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് വീഡിയോയുടെ മുകളിലത്തെ ട്രാക്കിൽ കൊണ്ടുവെക്കാം. ഇവിടെ വന്നിരിക്കുന്നതാണ്. ഇത് സൈസ് വളരെ ചെറുതാണ്. നമുക്ക് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം. ഇഫക്റ്റ് കൺട്രോൾസിൽ പോയിട്ട് അതിൻ്റെ സ്കെയിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇത് പിക്സലേറ്റഡ് ആയാലോ ഇതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞാലോ ഒന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ ഇതിൻ്റെ ഒപ്പോസിറ്റ് കുറയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഒപ്പോസിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹാർഡ് ലൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ബ്ലെൻഡിങ് മോഡ് യൂസ് ചെയ്യാം. നിങ്ങളുടെ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഹാർഡ് ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനൊരു എഫക്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒപ്പോസിറ്റ് ഞാൻ വളരെയധികം കുറയ്ക്കുകയാണ്. മുമ്പ് നമ്മൾ എല്ലാ എഫക്റ്റിലും കൊടുത്ത പോലെ തന്നെ ഇവിടെയും വളരെ ചെറിയൊരു വാല്യൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 എന്നൊരു ചെറിയ വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ചെറിയൊരു സ്ക്രീനുള്ള രീതിയിലുള്ളൊരു ചെറിയ ടെക്സ്ചർ കിട്ടിയാൽ മതി. 7 കൊടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല ക്ലിയർ ആയിട്ട് ആ ഒരു സ്ക്രീനിൻ്റെ ആ ഒരു എഫക്റ്റ് ഇവിടെ വന്നിരിക്കുന്നതാണ്. ഞാൻ ഇവിടെ കൊടുക്കുന്ന വാല്യൂ 3 കൊടുത്ത് നോക്കാം. ഓക്കെ, മതി, 3 മതി. ആ ചെറുതായിട്ട് ആ സ്ക്രീനിൻ്റെ ആ ഒരു ടെക്സ്ചർ ഇവിടെ വന്നിരിക്കുന്നതാണ്. ഓക്കെ, ഇത്രയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് 3D സ്ക്രീൻ എഫക്റ്റ് മാത്രം മതിയെങ്കിൽ ബേസിക് 3D എഫക്റ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. 1-2 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. വീഡിയോ കുറച്ചുകൂടി ബെറ്റർ ആക്കണമെങ്കിൽ ഗോഷ്യൻ ബ്ലർ, ലെൻസ് ഡിസ്റ്റോർഷൻ, സ്ക്രീൻ ഓവർലേ ഒക്കെ യൂസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പുതിയൊരു വീഡിയോ കാണാം. ബൈ.